ഇന്ന് നമ്മുടെ പേജിൽ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തുള്ളത് കിട്ടില്ല ഡീസൽ കറക്റ്റ് ആയിട്ടാ. ഡീസൽ സിംഗിൾ ഓണർഷിപ്പിൽ പറഞ്ഞ പക്ക കമ്പനി സർവീസിൽ വരുന്ന വണ്ടി. അതും ഏകദേശം 1,00,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ട്. പക്ഷെ വണ്ടി കാണുമ്പോണ്ടല്ലോ ബ്രാൻഡ് ന്യൂ ഷോറൂമിൽ എടുക്കുന്ന വണ്ടിക്ക് ഇത്രയും ഭംഗി ഉണ്ടാവില്ല. അത്രയും പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ വണ്ടി എടുക്കുന്നത്. ടയർ കണ്ടീഷനും പിന്നെ എക്സ്ട്രാ അലോയ്സ് അവർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 50,000 താഴെ തന്നെ 16 ഇഞ്ചിൻ്റെ ഒരു കിഡിലിന് അലോയ്സ് കയറ്റിയിട്ടുണ്ട്. ഒരു ചെറിയ റീപ്ലേസ്മെന്റ് ഒരു ക്ലെയിമോ കാര്യങ്ങളോ വന്നിട്ടില്ല. ഓൾമോസ്റ്റ് 10 ലക്ഷം രൂപ EDV വാല്യൂ ഉള്ള ഇൻഷുറൻസും വണ്ടിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഓണറോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഏകദേശം ഹൈവേയിൽ ഇപ്പോൾ ലോങ് ഡ്രൈവ് ആണെങ്കിൽ ഒരു 24-25 കിലോമീറ്റർ മൈലേജ് കിട്ടണമെന്ന് പറഞ്ഞു ഈ വണ്ടിക്ക്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മൈലേജ് കിട്ടുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും. പിന്നെ ഇതിന് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഞാൻ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ പെട്രോൾ വണ്ടികളാണ് ഇപ്പോൾ കൂടുതൽ എല്ലാ കമ്പനികളും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഡീസൽ വണ്ടിയുടെ ഡിമാൻഡ് ഓൾമോസ്റ്റ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ലാസ്റ്റ് പറയാം. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരാം. പിന്നെ അതിന് മുന്നേ തന്നെ വണ്ടിയുടെ നമ്പർ വളരെ അട്രാക്റ്റീവ് ആണ്. 8811 എന്ന് പറഞ്ഞിട്ട് KL8 നിൽക്കുന്ന സിംഗിൾ ഓൺഷിപ്പിൽ. അപ്പോൾ 8811 എന്ന് പറയുന്ന ഒരു ഫാൻസി നമ്പർ ഉണ്ട്. പിന്നെ വണ്ടി മൊത്തത്തിൽ കാണാനായിട്ടൊരു പ്രത്യേക ഒരു രസം. കാരണം എന്താണെങ്കിൽ ഞാൻ ഒരുപാട് കറക്റ്റുകളിൻ്റെ വീഡിയോ ഇപ്പോൾ നമ്മുടെ ചാനലിൽ തൊട്ട് മുന്നേ കറക്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് കുറച്ച് പോളിഷൊക്കെ ചെയ്തിട്ട് അതിനൊരു ഷോ വരുത്തിയിട്ടുണ്ടെന്നുണ്ട്. വണ്ടി വേറെ റീപെയിൻറ്റിംഗ് ഒന്നും അങ്ങനെ വണ്ടി നമുക്ക് കാണാനില്ല. അത്ര നീറ്റായിട്ട് കിടക്കണം. ഈ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴായാലും നല്ലൊരു രസമുണ്ട് വണ്ടി കാണാനായിട്ട്. ലേഡി ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. പുള്ളി അത്രയും പക്ക ഫ്രഷ് ആൻഡ് നീറ്റായിട്ട് തന്നെയാണ് വണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് അല്ല മാനുവലാണ് വരുന്നത്. വേറെ സൺറൂഫ് ഒന്നും അവൈലബിൾ അല്ല. കാരണം ഇതൊരു ബേസ് മോഡൽ വണ്ടിയുമേ അവർ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ ആക്സസറീസ് ആഡ് ചെയ്തിട്ട് വണ്ടി അടിപൊളിയാക്കിയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ റിയർ സീറ്റ് വരാണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ സീറ്റ് അപ്പോൾസറിയും കാര്യങ്ങളും റിയർ AC വെൻസ് വരുന്നുണ്ട്. എല്ലാം നല്ല ഫ്രഷ് ആൻഡ് നീറ്റായിട്ട് വണ്ടി കിടക്കണം കേട്ടോ. അവർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വണ്ടി. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങാനുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ക്രെറ്റ നോക്കണമെങ്കിൽ നമുക്ക് ഡീസൽ അവൈലബിൾ അല്ല, പെട്രോൾ മാത്രമാണ് അവൈലബിൾ. അപ്പോൾ ഡീസൽ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഓപ്ഷനിലേക്ക് പോകേണ്ടി വരും. ആ സെക്കൻഡ് ഹാൻഡ് ഓപ്ഷനിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ എടുക്കുന്ന ഒരു വണ്ടിയാണിത്. സോ ഈ വാഹനത്തിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ എത്രയും വിളിക്കുക. ഇതിൻ്റെ റീൽസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ലോങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഫാമിലി യൂസ്ഡ് കാറുകൾ മാത്രമാണ് കൂടുതലും വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീലേഴ്സിൻ്റെ വണ്ടികൾ അധികം വരാറില്ല. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു പ്രൊമോട്ടിങ് വേണം. മാക്സിമം സബ്സ്ക്രിപ്ഷൻ ലൈവ് ആവട്ടെ, കമൻസുകൾ ലൈവ് ആവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.